ഇതാണ് ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ചിരട്ടെടുത്ത് നന്നായിട്ട് കത്തിച്ച് അതിലെ കരി എടുക്കുക. ഈ കരി നന്നായിട്ട് പൊട്ടിക്കണം. മിക്സിയിലിട്ടോ അല്ലെങ്കിൽ അമിക്കലിട്ടോ പൊട്ടിക്കണം. ഞാനിപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ തേനും ആവശ്യത്തിന് തൈര്, ഒരു സ്പൂൺ കടലമാവ് നന്നായിട്ട് ഇടാം. ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന എന്റെ മുഖത്തിന് അവസ്ഥയാണ്. അത്യാവശ്യം കുറച്ച് ടാനിക്ക് മുഖത്ത് ഇത് നമുക്ക് എല്ലാവർക്കും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്റെ ഇത് എല്ലാവർക്കും ആയില്ലെന്ന് അമ്മ സ്വയം ചെയ്തിട്ടുണ്ട്. ഇനി അമ്മയുടെയും കൂടി ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് അമ്മയുടെ റിസൾട്ട് കൂടി കാണിച്ചു തരാം. നമുക്ക് ഈ ഫേസ് പാക്ക് കഴുകി കളയാം. അങ്ങനെ 20 മിനിറ്റ് ഇനി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനുജ അമ്മൂസ് ഓർബിറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വൈറലായി നിൽക്കുന്ന ചാർക്കോൾ ഹോം മെയ്ഡ് ഫേസ് മാസ്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഗായ്സ്. ചിരട്ടയാണ് മെയിൻ സാധനം. ചിരട്ട എടുക്കുക, കത്തിക്കുക. എങ്ങനെയാണോ കത്തിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ കത്തിച്ച് അത് കരിയാക്കി എടുക്കുക ഗൈസ്. എന്നിട്ട് അത് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഒന്നിക്കാൻ നിങ്ങൾ അമ്മിക്കല്ല് വെച്ച് പൊടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കുക. എന്നിട്ട് ആ പൊടിച്ച ഇരട്ടക്കരിയിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ കടലമാവ്, ഇവിടെ ഞങ്ങൾ 2 ടീസ്പൂണാണ് കടലമാവ് എടുത്തത്. നിങ്ങളുടെ ആവശ്യത്തിന് 1 ടീസ്പൂൺ മതിയെങ്കിൽ അത് മതി. ഞങ്ങൾക്കിവിടെ ബ്ലാക്ക് കളർ അത്ര വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് മുഖത്തുനിന്ന് പോകുമെന്നുള്ള ഡൗട്ട് കൊണ്ടാണ് ഗൈസ്, കരിയാണല്ലോ. പിന്നെ നമ്മൾ അതിലോട്ട് തൈര് 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ഉള്ളവർ ഹണി എന്തായാലും ആഡ് ചെയ്യണം. അടിപൊളി സാധനമാണ്. സ്കിന്നിന് നല്ലപോലെ ഗ്ലോ കിട്ടാൻ സഹായിക്കുന്നൊരു സാധനമാണ് ഈ ഹണി എന്ന് പറയുന്നത്. നമ്മുടെ സായി പല്ലവി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഞാൻ ആകെ തേക്കുന്നത് ഹണിയാണ്. അപ്പോൾ നമ്മളിവിടെ ഹണി എല്ലാം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. കുറച്ചും കൂടി തിക്കായാലും കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ സത്യം പറഞ്ഞ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ടാൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഗായ്സ്. അപ്പോൾ ടാൻ ഉള്ളിടത്ത് നിങ്ങൾക്കിത് ടാൻ എടുത്ത് കയ്യിലോ കാലിലോ മുഖത്തോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ ഉള്ളിടത്ത് തേക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് തേക്കാൻ പോകുന്നത് എൻ്റെ കാലിൽ തന്നെയാണ്. ഞാൻ എന്നിൽ തന്നെ പരീക്ഷണം അങ്ങ് നടത്താമെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ അങ്ങനെ ചേച്ചീനെ മാറ്റി നിർത്തില്ല. അവൾക്കും കൂടിയും കിട്ടട്ടെ. ഇത് അഥവാ എന്തെങ്കിലും ഇത് ഫ്ലോപ്പ് ആവുകയാണെങ്കിലോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് എൻ്റെ കാലിൽ തേക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെരുപ്പ് നമ്മൾ ഇടുന്നതുകൊണ്ട് തന്നെ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഈ ചെരുപ്പുള്ള ഭാഗത്ത് വൈറ്റും ചെരുപ്പില്ലാത്ത ഭാഗത്ത് ബ്ലാക്കും, സീബ്ര കുട്ടന്മാരെ പോലെ. ഇത് നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. ഫോണിലാണ് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇതിൽ എത്രത്തോളം ആ ഒരു കളർ ഡിഫറൻസ് കാണുമെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇനി എന്തായാലും കാലിൽ സെറ്റ് ചെയ്ത് അതോടെ ഉണങ്ങട്ടെ. ഇനി നമ്മൾ ഫേസിലാണ് സെറ്റ് ചെയ്യുന്നത്. ഫേസിൽ നല്ലപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഫേസിൻ്റെ 2 സൈഡിലും തേക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു സൈഡ് തേച്ച് നിങ്ങൾക്ക് ആ ഡിഫറൻസ് കമ്പയർ ചെയ്ത് കാണിക്കുക. അതിലാണല്ലോ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രം കറക്റ്റ് അളവിൽ കണ്ടോ, കറക്റ്റ് അളവിൽ തേച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിലൊക്കെ എടുത്തിട്ടാണ് തേക്കുന്നത്. കമ്പയർ ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മൈൻഡിൽ ഫുള്ള്. അപ്പോഴാണല്ലോ ശരിക്കുള്ള ഡിഫറൻസ് അറിയണേ. ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത ഫുൾ ഫേസ് ഒരേപോലെ ഇരിക്കുമല്ലോ. അപ്പോൾ വലിയ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി കാണിച്ചത്. പക്ഷേ ഞാൻ കാണിച്ചൊരു പൊട്ടത്തരായിപ്പോയോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ അത്ര ടാൻ ഇല്ല ഗൈസ്. ഫേസിൽ അങ്ങനെ പൊതുവെ നോർമലി അത്ര ടാൻ എൻ്റെ ഫേസിൽ വരാറില്ല. അതാണ് എനിക്ക് കിട്ടിയൊരു പണി. എൻ്റെ ഈ കോപ്രായം മൊത്തം നിങ്ങൾ കാണണമല്ലോ എന്നൊരു സങ്കടമുണ്ട്. എങ്ങനെയായാലും മുഖത്ത് മൊത്തം തേച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പുറത്തെ ഫേസ് സൈഡിൽ അത്ര ടാൻ ഇല്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇത് കരി പിടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ ആ ഡൗട്ട്? നമ്മളൊരു മൈൻഡ് സെറ്റാണ്. നമുക്ക് നോക്കാം. കരി പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. ഇത്രയും പേര് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതല്ലേ അല്ലേ? ആണല്ലോ. കാത്തിരിക്കാം, എന്താവുമെന്ന് കണ്ടറിയാം. നമുക്ക് കുറച്ചധികം നേരം തന്നെ വെയിറ്റ് ചെയ്ത് കുറേ നേരം എടുക്കുന്നുണ്ടല്ലോ ഇത് ഉണങ്ങാനായിട്ട്. ഉണങ്ങിയാവോ നോക്കട്ടെ. ഗൈസ്, കുറച്ചും കൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. നല്ലപോലെ ഒന്ന് ഉണങ്ങിയാലേ നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമുള്ളൂ. റിസൾട്ട് കിട്ടണമല്ലോ. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. എൻ്റെ കാലിൻ്റെ ബിഫോറുള്ള ഒരു പിക്കാണ് ഇവിടെ. ഇത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ആഫ്റ്റർ ഞാൻ കഴുകി കഴിഞ്ഞിട്ടുള്ള ഞാൻ ഫോട്ടോ പിന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഫേസ് കഴുകാനുള്ള ടൈമായി ഗൈസ്. അങ്ങനെ നമ്മൾ നല്ലപോലെ ഒന്ന് ഫേസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. നനച്ച് നല്ലപോലെ കൊടുത്തിട്ടാണ് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്തിട്ടാണ് ഞാനിത് കളയുന്നത്. കാരണം ഡ്രൈ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്കിൽ നമ്മൾ പെട്ടെന്ന് സ്ക്രബ് ചെയ്ത് നമ്മുടെ ഫേസിന് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒന്ന് വെറ്റാക്കിയിട്ടാണ് ഞാനത് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്.
വാവ്, ഇത് നോക്ക് ഗൈസ്, നല്ലൊരു ബ്രൈറ്റായി സ്കിന്ന്. ശരിക്കും നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒന്നും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയേ. പുറത്ത് നിന്നിട്ട് അത്ര ഒരു ചേഞ്ച് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളിലോട്ട് കയറിപ്പോകുന്നു ഗൈസ്. നല്ലപോലെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. ഡ്രൈ ആയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് നനച്ചെടുത്തിട്ട് ചെറുതായി സ്ക്രബ് ചെയ്തിട്ടാണ് ഞാനൊന്ന് വാഷ് ചെയ്യുന്നത്. കരി ഒട്ടി പിടിക്കുമോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറിക്കിട്ടി. കരി പിടിക്കില്ല ഗൈസ്. ഇത്രയും എക്സ്പ്രഷൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് നിങ്ങളും ഫുള്ളായിട്ട് എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് ശരിക്കും നല്ലപോലെ ടാൻ പോകുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയൂ. ഇനി ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരട്ടെ ഗൈസ്. വാഷ് ചെയ്തിട്ട് ഞാൻ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ദേ ഗൈസ്, ഞാൻ വാഷ് ചെയ്ത് വന്നു. നല്ലപോലെ ഒന്ന് ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം ആ ഒരു സൈഡ് സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടോ ഇപ്പോഴത്തെ സ്കിന്ന് ദൂരെ നിന്ന് അങ്ങനെ നോക്കുമ്പം എനിക്കറിയില്ല ഈ ഒരു ക്യാമറ ഈ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ബേസിക്കലി എൻ്റെ ഫേസിൽ അത്ര ടാൻ ഇല്ലാത്തത് കൊണ്ടും ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഗൈസ്. ശ്രദ്ധിച്ച് നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് പക്ഷെ പെട്ടെന്ന് ആദ്യമായിട്ട് തോന്നിയപ്പോൾ എനിക്ക് വലിയ ചേഞ്ചൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാല് കാണിച്ചു തരാം. കാലിന് നല്ല ചേഞ്ചാണ് ഗൈസ് ഉണ്ടായത്. നല്ലോണം ടാൻ പോകുന്നുണ്ട് ഗൈസ്. കരിയൊന്നും പിടിക്കാത്തതുകൊണ്ടും ഇത് വീട്ടിൽ നമുക്ക് നല്ലപോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താടി കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ പോയാലും ഒരു അടിപൊളി റിസൾട്ടാണ് ടാനൊക്കെ നമ്മുടെ ഫേസിൽ നിന്നും കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ കളയാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക ഗൈസ്. കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. അപ്പം ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.